5 കണ്ടോ, പ്ലസന്റ് വെതറിൽ പ്ലസന്റ് ആയിട്ട് നിൽക്കുന്നത്. കോട ഇറങ്ങുന്ന കാഴ്ച കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കൂരെ തന്നെ ആട്ടോ ഉള്ളത്. ലാസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കൂര എവിടെയാന്നൊക്കെ. വട്ടവടയിലാണ് ഞങ്ങളുള്ളത്. അവിടെ ഇന്നലെ ഞങ്ങൾ സ്റ്റേ ആയിരുന്നു. ഫുള്ള് കോടയ്ക്ക് കയറി നല്ല അടിപൊളി ക്ലൈമറ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോഴും കോടയ്ക്ക് കയറുന്നുണ്ട്, മഴ പെയ്യാനുള്ള ചാൻസും കാണുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടുന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ടേക്കെങ്കിലും പോകുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ എങ്ങോട്ടേക്കാണെന്ന് അറിയില്ല, നമ്മളിങ്ങനെ പോവുകയാണ് കാലത്ത് ഇപ്പോൾ സഞ്ചരിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് യെസ്. 5 കണ്ടോ, പ്ലസന്റ് വെതറിൽ പ്ലസന്റ് ആയിട്ട് നിൽക്കുന്നത്. ഇവിടെ മൊത്തം ഇങ്ങനെ കോട ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതാ അവിടെയൊക്കെ ഇങ്ങനെ കോട വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മിക്കവാറും ഇന്നും മഴയായിരിക്കും. ഇന്നലെ ഫുള്ള് ലൈറ്റ് ആയിരുന്നു ഇവിടെ. ഫുള്ള് ലൈറ്റൊക്കെ ആയിരുന്നു, അടിപൊളിയായിരുന്നു. നോക്കിക്കേ ഇവരെ സ്ഥലമൊക്കെ എന്ത് രസമാണ് കാണാനായിട്ട്. ഫുള്ള് ഈ നശിപ്പിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഈ മരങ്ങളൊക്കെ അതേപോലെ വെച്ച് തന്നെ ഉണ്ട്. ഇത് ഫുള്ള് ഇവരെ സ്ഥലം കേട്ടോ. താഴെ വരെ ഇതിൻ്റെ താഴെ വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട്. നമ്മൾ പോയില്ല, സമയമില്ലാത്തതുകൊണ്ട്. അതെ, അവിടെ ഒക്കെ നോക്കിയേ. ഇതിൻ്റെ അപ്പുറം കേട്ടോ കാന്തല്ലൂർ വരുന്നത്. അപ്പം അടിപൊളി അല്ലേ. അപ്പം നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് പോകാനുണ്ട്. അവരൊക്കെ അവിടെയാണുള്ളത്, ഇതിൻ്റെ ആൾക്കാരൊക്കെ. ജീപ്പ് വരും. ജീപ്പിൽ നമുക്ക് കുറച്ച് നേരം അവരെ ഡോഗിനെയും കൊണ്ട് പോകുന്നുണ്ട്. വയ്യ, അതിനെ കടിയേറ്റ് കിട്ടിയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അവിടെ കിടക്കുന്നുണ്ടോ, പാവുണ്ടാവും. അപ്പോൾ അതിനെയും കൊണ്ട് അവർ പോകുന്നുണ്ട്. അപ്പോൾ അവരോട് തന്നെ നമുക്കും പോകാൻ പറ്റില്ലേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മെല്ലെ ഇറങ്ങാനുള്ള പരിപാടിയാണ്. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരിക. വട്ടവടയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി. രാത്രിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ലൈറ്റൊക്കെ ഓണാക്കി വേറൊരു വൈബല്ലേ. നമുക്ക് വേണമെങ്കിൽ പാട്ടൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ പാട്ടൊക്കെ ഇട്ടിട്ട് ഇരിക്കാം. നല്ല ക്യാമ്പ് ഫയറൊക്കെ ഇട്ടിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക സ്ഥലമാണ്. ഇന്ന് എല്ലാവരും വട്ടവട ടൗണിൽ തന്നെ നിൽക്കാണ്ട് ഇങ്ങോട്ടേക്ക് പോരി. നല്ല അടിപൊളി, ആര് സൈലൻ്റ് ആയിട്ടുള്ളൊരു നല്ല വ്യൂ ഒക്കെ ഉള്ള അടിപൊളി സ്ഥലം. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം അല്ലേ. നമ്മളപ്പോൾ കൂരെന്ന് ഇവിടെ പറഞ്ഞ് പോവാട്ടോ. ഇതാ ഇതിൻ്റെ ഉള്ളിൽ നമ്മളെ പട്ടിക്കുട്ടനൊക്കെ ഉണ്ട്. ഹലോ, അതിന് വയ്യായിട്ട് കൊണ്ടുപോകട്ടോ. നമ്മളപ്പോൾ അതിൻ്റെ കയറിയിരുന്ന ഇതെല്ലാം നടന്നു വന്ന വഴി മൊത്തം കുത്തനെ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഓഫ് റോഡ് ഇത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഓഫ് റോഡാണ്. കുണ്ടും കുഴി മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കുത്തനെ നടന്ന വഴിയായി. ഇപ്പം കുത്തനെ കയറുന്നു. നമ്മൾ പോയ വഴിയല്ലേ ഇതുപോലല്ലേ. അപ്പം നമ്മുടെ സൈക്കിൾ തള്ളി കയറ്റി നമ്മൾ തിരിച്ച് വട്ടവട എത്തിയിട്ടുണ്ട്. രാത്രി പോയ വഴിയാണ് മൊത്തം. നമ്മൾ നടന്ന് പോയ വഴിയാണ്. കോവിലൂർ മെയിൻ ബസാറാണ് ഈ കാണുന്നത്. നല്ല മാറ്റം വന്നിട്ടുണ്ട്. കുറേ പുതിയ ബിൽഡിംഗ് ഒക്കെ വന്നു. ഞാൻ കഴിഞ്ഞ ദിവസം വീടിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. രാത്രി ആ ഒരു ടൈപ്പാട്ടോ. ഫുള്ള് കടകളൊക്കെ വന്ന് വലിയൊരു ടൗൺ പോലെ സെറ്റപ്പിലേക്ക് മാറിയിട്ടുണ്ട്. ബസ് കിട്ടി നേരെ KSRTC ബസ്. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ തന്നെ വട്ടവട വന്നപ്പോൾ തന്നെ നിർത്തിയിട്ടുണ്ട്. നേരെ അതിലേക്ക് ചാടി കയറി. ഇവിടെ നിന്ന് ജ്യൂസും കാര്യങ്ങളൊക്കെ കയറ്റിക്കൊണ്ടുവരാൻ പറ്റും. എല്ലാം അവിടെ ഇരുന്നാ തോന്നുന്നു. കോട ഇറങ്ങുന്ന കാഴ്ച കേട്ടോ. ഇത് രസം കാണാൻ. കോട ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് വന്നുകൊണ്ടിരിക്കുക. കാടുകളിൽ കയറുന്നതിന് വേറൊരു മൂടാണ്. കോട ഇറങ്ങി കേട്ടോ. ഈ വട്ടവട ഫോറസ്റ്റ്, വട്ടവടയിലേക്ക് കയറുന്നതിന് ഒരു ഫോറസ്റ്റ് ഇല്ലേ, ആ ഫോറസ്റ്റാണ്. അങ്ങനെ ഞാൻ ബസ്സിൻ്റെ മുമ്പിലെത്തി കേട്ടോ. ആരുമില്ല. അതിനെക്കൊണ്ട് ഞാൻ ഫ്രണ്ടിലത്തെ സീറ്റ് തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് പോകുന്നത്. ഫുൾ കോട കയറിച്ച് നോക്കിക്കേ, എന്ത് രസം കാണാൻ. കറക്റ്റ് ചെറിയ മഴച്ചാറ്റലും ഉണ്ട്. വഴികളൊക്കെ മഞ്ഞ് മൂടിയിട്ടുണ്ട്. അടിപൊളി. ഇപ്പോൾ ടോപ്പ് സ്റ്റേഷൻ എത്താറായിരുന്നു. കറക്റ്റ് ടൈമിന് ഞങ്ങളിവിടെ വന്നു വിട്ടത്.
അത് ഏപ്രിലൊക്കെ മഴയൊക്കെ പെയ്ത് കുളിച്ച് നിൽക്കുന്ന മൂന്നാളൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെയുള്ള തിരക്കാട്ട് ഇത് ഫുള്ള് ട്രാഫിക്കാണ്. ഇഷ്ടംപോലെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇതുപോലത്തെ വലിയ വലിയ വണ്ടികൾ വിളിച്ചിട്ട് ആൾക്കാരൊക്കെ വരുന്നത്. നല്ല ചാറ്റൽ മഴയുണ്ട്. തേയിലത്തോട്ടത്തിലും കോട കയറിയിട്ടുണ്ട് കേട്ടോ. തേയിലത്തോട്ടം പോലും കാണുന്നില്ല. ഇത് കോടയായിട്ടുണ്ട് ഇവിടെയൊക്കെ. റോഡൊന്നും കാണുന്നില്ല. ഇതിൽ വണ്ടി വന്നാൽ ലൈറ്റിനെ മാത്രമേ കാണുള്ളൂ. മോനെ സീൻ സാധനം. ഇത് രസം കാണാൻ. അടിപൊളി. വേറൊരു വൈബാട്ടോ ഇങ്ങനെ പോകാൻ KSRTCയിലൊക്കെ. വ്യൂ കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ബൈക്കിൽ വന്നാൽ വേറൊരു സംഭവമാണ്. പക്ഷെ മഴയത്ത് ഇങ്ങനെ പോകാൻ ഈ KSRTCയിൽ അത് ഹൈറ്റിലിരുന്ന് നമുക്ക് കാണാൻ പറ്റും. കാറിൽ പോകുന്ന പോലെയല്ല. ആ മഴയൊക്കെ അങ്ങ് ചെറുതായിട്ട് മാറിയപ്പോൾ തന്നെ മൊത്തം മാറി. അവിടെ ഒരു ഗ്രാമമൊക്കെ കാണാൻ പറ്റും നമുക്ക്. വലിയൊരു ഗ്രാമം. മലകളിലൊക്കെ കോട ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക. അവിടെ ഗ്രാമങ്ങളുണ്ട്.
അവിടെ നിന്നാണ് നമ്മളിതൊക്കെ കണ്ടോണ്ടിരിക്കുന്നത്. കണ്ടക്ടർ സീറ്റാട്ടോ ഇത്. മാട്ടുപ്പെട്ടി ഡാം എത്തി കേട്ടോ. ഫുള്ള് മഴ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നു. ഒരു ടീ ഫാക്ടറിയാണ് വെള്ളം. നല്ല വൈബ്. എന്ത് രസമാണ് കാണാൻ. ഞങ്ങളങ്ങനെ വട്ടവടയിൽ നിന്നൊക്കെ കൊച്ചിയിലെത്തി കേട്ടോ. ഇപ്പം എറണാകുളത്താണുള്ളത്. പഴങ്ങാട് എന്ന സ്ഥലത്താണ്. ഞങ്ങൾക്ക് സൈക്ലിസ്റ്റ് ഉണ്ടായിരുന്നു, ആസാമിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവനും കുറേ മാസങ്ങളായി ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ അവനിവിടെ റംസാൻ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ വീട്ടിൽ അവനെ വിളിച്ച് ഞാൻ രാത്രി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഇതിൻ്റെ നേരെ അവൻ്റെ വീട്ടിലോട്ട് വന്ന് അവിടെയായിരുന്നു ഞങ്ങൾ സ്റ്റേ ഒക്കെ. എവിടെ കേട്ടോ അവൻ്റെ വീട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ പനങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അങ്ങോട്ട് കായലൊക്കെ ഉണ്ട്, അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പോകട്ടോ അവരുടെ ഫാമിലിയുടെ. ഇപ്പോൾ അവന് പണിക്ക് പോയിട്ടാണുള്ളത്. അപ്പോൾ രാത്രി ആയിട്ടില്ല, അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത്. ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ രാത്രി ആയതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എങ്ങോട്ട് ടാറ്റ? കൊച്ചി കായലിഞ്ഞരികെ. ഞാൻ പണ്ട് ഇവിടേക്ക് സൊമാറ്റോ ഓടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവള് പണ്ട് ഇവിടെ ആയിരുന്നു വർക്ക് ചെയ്തത്. ടാറ്റ. പിന്നെ ചാനലിന്റെ പേരെന്തേലും? ട്രാവൽ ബൈ അഷ്കർ. ട്രാവൽ ബൈ അഷ്കർ. അപ്പൊ സെറ്റ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പൊ കാണാം. ഓക്കെ. അഷ്കറിന്റെ വീട്ടിലുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. ഞാൻ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. കുറേ മിസ്സായി പോയി. പിന്നെ ലാസ്റ്റാണ് നമ്മൾ അഷ്കറിന്റെ വീഡിയോ ഫോട്ടോ തന്നെ അവൻ്റെ ഞാൻ വീഡിയോ ഒക്കെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ നാട്ടുകാർ ഗിഫ്റ്റ് കൊടുത്തൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി ഇതെന്താ പറയുക, അവിടെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടായിരുന്നു കൊച്ചിൻ്റെ. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുത്തായിരുന്നു. പക്ഷെ എല്ലാം ഡിലീറ്റ് ആയിപ്പോയി, എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അഷ്കറിനെ ഞാൻ കാണിച്ചില്ല ഇതിൻ്റെ അകത്ത്, വീഡിയോൻ്റെ അകത്ത് എങ്ങനെയാണുള്ളതെന്നൊന്നും. ഞാൻ ചാനൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചാനൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അഷ്കറിനെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ വന്ന് ഇപ്പം ട്രെയിനൊക്കെ കയറിയിട്ട് പോയി വേറെ സ്ഥലത്ത് എത്തിയിട്ടിരിക്കുക കേട്ടോ. അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോൻ്റെ അകത്താണ് കാണാൻ പോകുന്നത്. അപ്പോൾ കുറേ വീഡിയോ ഞാൻ കട്ട് ചെയ്താണ് എടുത്തത്. എനിക്ക് നാട്ടിൽ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതൊക്കെ ഇഷ്ടമല്ല. അപ്പോൾ എന്താണ് നമ്മളെ അടുത്ത വീഡിയോ അല്ലാതെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് കേട്ടോ. അടുത്ത വീഡിയോ എന്തായാലും നമ്മൾ വേറെ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ആ കാഴ്ചകൾക്ക് അടുത്ത വീഡിയോൻ്റെ അകത്ത് കാണുന്നവരേക്കും ബൈ.